ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് സീരീസിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ സെഷനിൽ നമ്മൾ സാധാരണയായിട്ട് നമ്മൾ വരുത്താറുള്ള തെറ്റുകളും അവിടെ ശരിയായിട്ടുള്ള സെൻറ്റൻസസും എന്തുകൊണ്ടാണ് അത് തെറ്റാണെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ തന്നെ രണ്ടാം ഭാഗത്തിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കാൻ പോകുന്നത്. സാധാരണഗതിയിൽ നമ്മൾ ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ സാധാരണ ഇംഗ്ലീഷ് സംസാരിക്കുന്നവരൊക്കെ വരുത്താറുള്ള ചില തെറ്റുകൾ, ആ തെറ്റുകൾ തെറ്റായിട്ട് തന്നെ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ ആ തെറ്റുകൾ എന്താണെന്ന് നമ്മൾ റിയലൈസ് ചെയ്യും, ശരിയായിട്ടുള്ള സെൻറ്റൻസ് എന്താണെന്ന് നമ്മളൊന്ന് പഠിക്കും. ഓക്കെ, അപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ വരുത്തുന്ന എറേഴ്സ്, മിസ്റ്റേക്സ്, അതിൻ്റെ റൈറ്റ് ആയിട്ടുള്ള സെൻറ്റൻസ്. ഓക്കെ, അപ്പോൾ ബുക്കും പേനയൊക്കെ കയ്യിലെടുത്തു, തെറ്റായ സെൻറ്റൻസും ശരിയായ സെൻറ്റൻസും എഴുതിയെടുത്തു. എന്നിട്ട് ഇനി മുതൽ തെറ്റ് പറയുമ്പോൾ അത് തിരുത്തി ശരിയായിട്ടുള്ളത് പറയാനായിട്ട് തുടങ്ങിക്കും. അപ്പം നമുക്ക് ആദ്യത്തെ സെൻറ്റൻസിലേക്ക് പോവാം. അവന് രണ്ട് സഹോദരിമാരുണ്ട് എന്നെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയും? ഇത് വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഏരിയ ആണ്. പലപ്പോഴും നമ്മുടെ ഇംഗ്ലീഷ് ട്രെയിനിങ്, ഓൺലൈനിലൂടെയുള്ള ഇംഗ്ലീഷ് ട്രെയിനിങ് പ്രോഗ്രാമൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ എപ്പോഴും ആളുകൾ എന്നോട് പരാതി പറയാറുള്ള ഒരു സാധനമാണ്, സാറേ ഈ ഹാസ് എന്ന് പറയുന്ന ഒരു സാധനം വല്ലാതെ കുഴപ്പിക്കുന്നുണ്ട്, എവിടെയാണ് ഹാവ് വെക്കേണ്ടതെന്നും എവിടെയാണ് ഹാസ് വെക്കേണ്ടതെന്നും ഞങ്ങൾക്ക് വലിയ പിടുത്തൊന്നുമില്ല എന്ന് പറയും. എനിക്ക് രണ്ട് സഹോദരിമാരുണ്ട് എന്ന് പറയുന്നിടത്ത് പലപ്പോഴും ഈ ഹാവ് ഹാസിൻ്റെ ഒരു പ്രോബ്ലം ഞാൻ കാണാറുണ്ട്. സാധാരണഗതിയിൽ ആളുകൾ പറയാറുള്ളത് ഹീ ഹാവ് ടു സിസ്റ്റേഴ്സ് എന്നാണ്. ഹീ ഹാവ് ടു സിസ്റ്റേഴ്സ്, അവന് രണ്ട് സഹോദരിമാരുണ്ട്. ഹീ ഹാവ് ടു സിസ്റ്റേഴ്സ്. ഓക്കെ, അത് തെറ്റായിട്ടുള്ളൊരു സെൻറ്റൻസ് ആണ്. അവിടെ ഹാവ് അല്ല വെക്കേണ്ടത്, അവിടെ വെക്കേണ്ടത് ഹാസ് ആണ്. ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, മുന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഐയുടെ കൂടെ, യുവിൻ്റെ കൂടെ, വിയുടെ കൂടെ, ദയുടെ കൂടെ, നോർമലി പ്ലൂറൽ ഫോംസിൻ്റെ ഒപ്പമാണ് നമ്മൾ ഹാവ് എന്ന് പറയുന്ന ഓക്സിലറി വെർബ് ഉപയോഗിക്കുക. ഇവിടെ ഹി എന്ന് പറയുന്നത് അവൻ, ഒരൊറ്റ ആളേ ഉള്ളൂ. ഇതിൻ്റെ ഒപ്പം നമ്മൾ ഉപയോഗിക്കേണ്ടത് ഹാസ് ആണ്. അപ്പോൾ ഹി ആയിക്കോട്ടെ, ഷീ ആയിക്കോട്ടെ, ഇറ്റ് ആയിക്കോട്ടെ, ഇതിൻ്റെ ഒപ്പം നമ്മൾ ഉപയോഗിക്കേണ്ടത് ഹാസ് ആണ്. അപ്പോൾ എങ്ങനെയാണ് പറയേണ്ടത്? ഹി ഹാസ് ടു സിസ്റ്റേഴ്സ് എന്നാണ്. റാമും അഞ്ജലിയും ജീവിക്കുന്നത് യു കെയിലാണ്. നമ്മുടെ ഇവിടുത്തെ ഒരു വലിയ ട്രെൻഡാണ് ആളുകൾ യു കെയിൽ താമസിക്കുക, ന്യൂസിലാൻഡിൽ താമസിക്കുക, കാനഡയിലേക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു സംഗതി. ഡെഫിനറ്റായിട്ട് അത് നല്ലത് തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് റാം ആൻഡ് അഞ്ജലി ജീവിക്കുന്നത് യു കെയിലാണ്. എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? ഒത്തിരി പാരൻസ് അവരുടെ മക്കളൊക്കെ അവിടെയാണ് താമസിക്കണമെങ്കിൽ ഈ ഒരു സെൻറ്റൻസ് ഡെഫിനറ്റായിട്ടും പറയേണ്ടത് സാധാരണ പറയാറുള്ളത് റാം ആൻഡ് അഞ്ജലി ലിവ്സ് ഇൻ ദി യു കെ എന്നാണ്. ഓക്കെ, റാം ആൻഡ് അഞ്ജലി ലിവ്സ് ഇൻ ദി യു കെ. മുൻപും നമ്മൾ സിമ്പിൾ പ്രസൻറ്റൻസിൻ്റെ ക്ലാസ് പഠിപ്പിച്ചപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹി, ഷീ, ഇറ്റ് എന്നതിൻ്റെ കൂടെയാണ് മെയിൻ വെർബിൻ്റെ കൂടെ, ആക്ഷൻ്റെ കൂടെ നമ്മൾ എസ് അല്ലെങ്കിൽ ഇ എസ് ആഡ് ചെയ്യാം. പക്ഷെ ഇവിടെ റാം ഉണ്ട്, അഞ്ജലി ഉണ്ട് എന്ന് പറഞ്ഞാൽ രാമും അഞ്ജലിയും അവർ എന്നുള്ള രീതിയിൽ ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ എസ് അല്ലെങ്കിൽ ഇ എസ് ഫോം ആഡ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ സിമ്പിളായിട്ട് ഇങ്ങനെ പറഞ്ഞാൽ മതി, റാം ആൻഡ് അഞ്ജലി ലിവ് ഇൻ ദി യു കെ. ഓക്കെ, എങ്ങനെ പറയണ്ടേ? റാം ആൻഡ് അഞ്ജലി ലിവ് ഇൻ ദി യു കെ. ഓക്കെ, അപ്പോൾ മക്കളൊക്കെയുള്ള പാരൻസ് ഇങ്ങനെ പറയണം, എങ്ങനെ? റാം ആൻഡ് അഞ്ജലി ലിവ് ഇൻ ദി യു കെ. ഇനിയിപ്പോൾ രാമ് മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നേരത്തെ പറഞ്ഞ പോലെ റാം ലിവ്സ് ഇൻ ദി യു കെ എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇവിടെ റാമും അഞ്ജലി ഉള്ളത് കൊണ്ടാണ് നമ്മൾ ലിവ്സ് എന്നുള്ളത് ഒഴിവാക്കി ലിവ് എന്ന് മാത്രം ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസിലേക്ക് പോകാം. ആ കൊട്ടയിൽ 10 ആപ്പിളുകളുണ്ട്. ഓക്കെ, ആ കൊട്ടയിൽ 10 ആപ്പിളുകളുണ്ട്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ആപ്പിൾ ഉണ്ട് എന്ന് നമുക്കറിയാം. പക്ഷെ പലപ്പോഴും ആളുകൾ പറയാറുള്ളത് ദർ ഈസ് 10 apples ഇൻ ദ ബാസ്ക്കറ്റ്. ഓക്കെ, എങ്ങനെ പറയാം? ദർ ഈസ് 10 apples ഇൻ ദ ബാസ്ക്കറ്റ്. ഓക്കെ, അപ്പോൾ അതൊരു സെൻറ്റൻസ് അവിടെ ദെയർ എന്ന് പറയുന്നതല്ല നമ്മുടെ മേജർ സബ്ജക്റ്റ്, അതൊരു ഡമ്മി സബ്ജക്റ്റാണ്. നമ്മൾ മേജറായിട്ട് അവിടെ ഫോക്കസ് ചെയ്യേണ്ടത് ആപ്പിൾസിലാണ്. ആപ്പിൾസ്, 10 apples എന്ന് പറയുമ്പോൾ പ്ലൂറലാണ്. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്താ? ദെർ ഈസ് 10 apples എന്നല്ല പറയേണ്ടത്, ദെർ ആർ 10 apples ഇൻ ദ ബാസ്ക്കറ്റ് എന്ന് വേണം പറയാനായിട്ട്. എങ്ങനെ പറയണ്ടേ? ദെർ ആർ 10 apples ഇൻ ദ ബാസ്ക്കറ്റ്. ഓക്കെ, ഒരിക്കൽ കൂടെ എൻ്റെ ഒപ്പം പറഞ്ഞു, ദെർ ആർ 10 apples ഇൻ ദ ബാസ്ക്കറ്റ്. ഓക്കെ, അപ്പോൾ പിന്നെ ഒരു ആപ്പിൾ ഉള്ളൂ എങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ദർ ഈസ് ആൻ ആപ്പിൾ ഇൻ ദ ബാസ്ക്കറ്റ് എന്ന് പറയാം. ദർ ഈസ് ആൻ ആപ്പിൾ ഇൻ ദ ബാസ്ക്കറ്റ്, ഒരെണ്ണേ ഉള്ളൂ എങ്കിൽ. ഇവിടെ 10 എണ്ണം ഉണ്ട്, അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ എങ്ങനെ പറയണം? ദർ ആർ 10 apples ഇൻ ദ ബാസ്ക്കറ്റ്. നീ ഇന്നലെ സിനിമയ്ക്ക് പോയായിരുന്നു?
നീ ഇന്നലെ സിനിമയ്ക്ക് പോയായിരുന്നു. ചില സമയത്ത് നമ്മുടെ സുഹൃത്തുക്കളും ഫാമിലി മെമ്പേഴ്സൊക്കെ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പക്ഷെ പലപ്പോഴും ആളുകൾ ഇതൊരു ചോദ്യമായിട്ടല്ല ചോദിക്കുക, ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ പലപ്പോഴും ചോദ്യമായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്, യു വെൻ ഫോർ എ മൂവി യെസ്റ്റർഡേ, യു വെൻ ഫോർ എ മൂവി യെസ്റ്റർഡേ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ ഒരു ടോണിൻ്റെ ബലത്തിൽ ഒരു ക്വസ്റ്റ്യൻ ആക്കി മാറ്റുന്ന ഒരു സ്വഭാവം. ഓക്കെ, യു വെൻ ഫോർ എ മൂവി യെസ്റ്റർഡേ എന്ന് ചോദിച്ചാൽ അതൊരു ചോദ്യമല്ല. ചോദ്യം ചോദിക്കുമ്പോൾ എപ്പോഴും ആദ്യം ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടാകണം. ഓക്കെ, ക്വസ്റ്റ്യൻ വേർഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, WH ക്വസ്റ്റ്യൻസ് ഓർ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചോദിക്കേണ്ടത് ഡിഡ് യു ഗോ ഫോർ എ മൂവി യെസ്റ്റർഡേ എന്നാണ്. എങ്ങനെയാണ്? ഡിഡ് യു ഗോ ഫോർ എ മൂവി യെസ്റ്റർഡേ. ഓക്കെ, അല്ലാതെ യു വെൻ ഫോർ എ മൂവി യെസ്റ്റർഡേ എന്നല്ല നമ്മൾ ഒരിക്കലും ചോദിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ചോദിക്കേണ്ടത് ഡിഡ് യു ഗോ ഫോർ എ മൂവി യെസ്റ്റർഡേ, നീ ഇന്നലെ ഒരു സിനിമയ്ക്ക് പോയായിരുന്നോ? ഡിഡ് യു ഗോ ഫോർ എ മൂവി യെസ്റ്റർഡേ എന്നാണ്. ഇനി ഇതൊരു ചോദ്യം അല്ലാണ്ട് നമ്മൾ ആദ്യം പറഞ്ഞ സെൻറ്റൻസ് പറയാണ്, യു വെൻ ഫോർ എ മൂവി യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ നീ ഇന്നലെ ഒരു സിനിമയ്ക്ക് പോയി. നമുക്ക് അതിൻ്റെ ഒരു കൺഫർമേഷൻ ഉണ്ട്. നമ്മൾ ചിലപ്പോൾ അവന് തിയേറ്ററിൽ വെച്ച് കണ്ടിട്ടുണ്ടാവും, തിയേറ്ററിൻ്റെ മുൻപിൽ കണ്ടിട്ടുണ്ടാവും, സിനിമ കഴിഞ്ഞ് ഇറങ്ങി വരുന്നത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പറയാണ് യു വെൻ ഫോർ എ മൂവി യെസ്റ്റർഡേ. ഓക്കെ, നീ ഇന്നലെ ഒരു സിനിമയ്ക്ക് പോയായിരുന്നു. പക്ഷെ അതൊരു ക്വസ്റ്റ്യൻ്റെ ഫോർമാറ്റിലേക്ക് ആയിട്ട് യു വെൻ ഫോർ എ മൂവി യെസ്റ്റർഡേ എന്ന് ചോദിച്ചാൽ അതൊരിക്കലും ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് മാറില്ല. ആ സ്ത്രീ ആരാണെന്ന് നിനക്കറിയാവും? ആ സ്ത്രീ ആരാന്ന് എനിക്കറിയാം ഇല്ലേ? ചില സമയം നമ്മുടെ ചങ്ക് ഫ്രണ്ട്സൊക്കെ നമ്മളോട് ചോദിക്കാറുള്ളതാണ്, ആ സ്ത്രീ ആരാന്നറിയൂ എന്ന് ചോദിക്കും. അത് ഇംഗ്ലീഷിൽ ചോദിക്കുന്ന സുഹൃത്തുക്കളാണെങ്കിൽ പലപ്പോഴും ഞാൻ ചോദിച്ചു കേട്ടിട്ടുള്ളത് ഡു യു നോ ഹു ഈസ് ദാറ്റ് വുമൻ. ഓക്കെ, ഡു യു നോ ഹു ഈസ് ദാറ്റ് വുമൻ. അത് എപ്പോഴും എല്ലാവരുടെയും വിചാരം അത് കറക്റ്റായിട്ടുള്ളൊരു സെൻറ്റൻസ് ആണ്. ഡു യു നോ ഹു ഈസ് ദാറ്റ് വുമൻ എന്ന് ചോദിക്കുമ്പോൾ അത് തെറ്റാണെന്നുള്ള ഒരു ധാരണ ഇല്ലാണ്ടാണ് പലപ്പോഴും ആളുകൾ അത് ചോദിക്കാറുള്ളത്. ശരിയായിട്ടുള്ള സെൻറ്റൻസ് എന്ന് പറയുന്നത് ഇതാണ്, ഡു യു നോ ഹു ദാറ്റ് വുമൻ ഈസ്. ഓക്കെ, എങ്ങനെയാണ്? ഡു യു നോ ഹു ദാറ്റ് വുമൻ ഈസ്. ഓക്കെ, കേൾക്കുമ്പോൾ ഒരു ഓടായിട്ട് തോന്നും, പറയും മറ്റേതല്ലേ കേൾക്കാൻ രസം. നമ്മൾ കേൾക്കാൻ രസം മാത്രമല്ലല്ലോ നോക്കണ്ടേ, ഗ്രാമാറ്റിക്കൽ റേഴ്സും കൂടി നോക്കണം അല്ലേ? അപ്പം നമ്മൾ പറയേണ്ടത് എങ്ങനെയാണ്? ഡു യു നോ ഹു ദാറ്റ് വുമൻ ഈസ്. ഓക്കെ, എങ്ങനെ ചോദിക്കണ്ടേ? ഡു യു നോ ഹു ദാറ്റ് വുമൻ ഈസ്. ഇനി ആദ്യത്തെ നമുക്ക് ശരിയാക്കാൻ കേട്ടോ. എങ്ങനെയാണെന്നറിയോ? ആ ഡു യു നോ എന്നുള്ളത് നമ്മൾ അങ്ങ് ഒഴിവാക്കണം. ഇത് ചോദിക്കണം ഹു ഈസ് ദാറ്റ് വുമൻ എന്ന് ചോദിച്ചാൽ ആ സ്ത്രീ ആരാണ് എന്നുള്ളതിൻ്റെ അർത്ഥമായി. ഓക്കെ, ഹു ഈസ് ദാറ്റ് വുമൻ. ഓക്കെ, ഡു യു നോ വയ്ക്കുമ്പോൾ നമ്മൾ ശരിയായിട്ടുള്ള പ്രയോഗം എന്ന് പറയുന്നത് നമ്മൾ രണ്ടാമത് പറഞ്ഞ ആ ഒരു ചോദ്യമാണ്. ഇനി ചില ആളുകളുടെ പ്രൊഫഷൻസ് ഒക്കെ പറയുമ്പം ഞാനൊരു ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പലപ്പോഴും ഞാൻ കേട്ടിട്ടുള്ളതാണ് ഐ എം വർക്കിംഗ് ആസ് എ ടീച്ചർ. ഓക്കെ, ഐ എം വർക്കിംഗ് ആസ് എ ടീച്ചർ. ഓക്കെ, വർക്കിംഗ് ആസ് എ ടീച്ചർ, ഐ ആം വർക്കിംഗ് ആസ് എ ടീച്ചർ എന്ന് പറയുമ്പോൾ അതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയി. ഓക്കെ, ഇപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാം ഐ എം വർക്കിംഗ് ആസ് എ ടീച്ചർ, ഞാൻ ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ടീച്ചർ ആയിട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാം. പക്ഷെ അതൊരു പ്രൊഫഷനായിട്ട് പറയുമ്പോൾ, എൻ്റെ ഒരു ജോലിയായിട്ട് പറയുമ്പോൾ നമ്മളത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ വേണം പറയാനായിട്ട്. പറയേണ്ടത് ഇങ്ങനെയാണ്, ഐ വർക്ക് ആസ് എ ടീച്ചർ. ഓക്കെ, എങ്ങനെ പറയണ്ടേ? ഐ വർക്ക് ആസ് എ ടീച്ചർ, അല്ലാതെ ഐ എം വർക്കിംഗ് ആസ് എ ടീച്ചർ എന്ന് പറയരുത്. പകരം പറയേണ്ടത് എങ്ങനെയാണ്? ഐ വർക്ക് ആസ് എ ടീച്ചർ. അപ്പോൾ ടീച്ചേഴ്സ് ആയിട്ടുള്ളവരും മറ്റ് പ്രൊഫഷണൽ ആയിട്ടുള്ളവരൊക്കെ ഇനി മുതൽ പ്രൊഫഷൻ പറയുമ്പോൾ പറയണം എങ്ങനെ? ഐ വർക്ക് ആസ് എ ടീച്ചർ. ഇതുപോലെ തന്നെ നമ്മൾ വരുത്തുന്ന മറ്റൊരു തെറ്റാണ്, എനിക്കൊരു വലിയ കുടുംബമുണ്ട് എന്ന് പലപ്പോഴും ആളുകൾ പറയാറുള്ളത്. ഐ എം ഹാവിങ് എ ലാർജ് ഫാമിലി എന്ന് പറയും. ഓക്കെ, എനിക്കൊരു വലിയ കുടുംബമുണ്ട് എന്ന് പറയുന്നതാണ് എങ്ങനെ? ഐ എം ഹാവിങ് എ ലാർജ് ഫാമിലി. ഇവിടെയും പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ് ഉപയോഗിക്കുക. ഇവിടെ അങ്ങനെയല്ല ഉപയോഗിക്കേണ്ടത്. നിങ്ങൾ സിമ്പിളായിട്ട് ഇത്രയും പറഞ്ഞാൽ മതി, ഐ ഹാവ് എ ലാർജ് ഫാമിലി എന്ന് പറഞ്ഞാൽ മതി. ഇങ്ങനെ പറയണ്ടേ? ഐ ഹാവ് എ ലാർജ് ഫാമിലി. ഓക്കെ, നേരത്തെ പറഞ്ഞ സെയിം മിസ്റ്റേക്ക് തന്നെയാണ്. ഇനി പറയണ്ടേ? ഐ ഹാവ് എ ലാർജ് ഫാമിലി, എനിക്കൊരു വലിയ കുടുംബമുണ്ട്. ഐ ഹാവ് എ ലാർജ് ഫാമിലി. ഒരു പ്രാവശ്യം കൂടി ഞാൻ പറയാട്ടോ, ഐ എം ഹാവിങ് എ ലാർജ് ഫാമിലി എന്നല്ല പറയേണ്ടത്, പകരം പറയേണ്ടത് ഐ ഹാവ് എ ലാർജ് ഫാമിലി എന്നാണ്. എനിക്ക് തോന്നുന്നത് അവൾക്ക് എന്നെ മനസ്സിലാകുന്നില്ല എന്നാണ് അല്ലേ? ചില സുഹൃത്തിൻ്റെ അടുത്തൊക്കെ പഴയ ബാല്യകാല സുഹൃത്തുക്കളെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ പറയും ഞാൻ എന്നെ പരിചയപ്പെടുത്തിയൊക്കെ നോക്കി, പക്ഷേ എനിക്ക് തോന്നണത് അവൾക്ക് എന്നെ അങ്ങോട്ട് പിടുത്തം കിട്ടണില്ല, അവൾക്ക് എന്നെ മനസ്സിലാകുന്നില്ല എന്നാണ്. അപ്പോൾ പലപ്പോഴും ആളുകൾ ഇത് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത് ഐ ഡോണ്ട് തിങ്ക് ഷീ ഈസ് റെക്കഗ്നൈസിങ് മീ. ഓക്കെ, എന്നാണ് ഞാൻ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഐ ഡോണ്ട് തിങ്ക് ഷീ ഈസ് റെക്കഗ്നൈസിങ് മീ. സാധാരണഗതിയിൽ അത് തെറ്റായിട്ടുള്ളൊരു സെൻറ്റൻസ് ആണ്. അത് പറയേണ്ടത് ഇങ്ങനെയാണ്, ഐ ഡോണ്ട് തിങ്ക് ഷീ റെക്കഗ്നൈസസ് മീ. ഓക്കെ, എങ്ങനെ പറയേണ്ട? ഐ ഡോണ്ട് തിങ്ക് ഷീ റെക്കഗ്നൈസസ് മീ. ഓക്കെ, എനിക്ക് തോന്നണില്ല അവൾ എന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടെന്ന്. ഓക്കെ, ഐ ഡോണ്ട് തിങ്ക് ഷീ റെക്കഗ്നൈസസ് മീ. ഓക്കെ,
ഞങ്ങൾ ഇതുവരെ ആ പാക്കേജ് റിസീവ് ചെയ്തില്ല. നമ്മൾ ഈ ഫ്ലിപ്കാർട്ടുകാരുടെ അടുത്ത് ആമസോണുകാരുടെ അടുത്തൊക്കെ സ്ഥിരം പറയുന്ന ഡയലോഗാണ്, നമുക്ക് ഈ പാക്കേജ് കറക്റ്റായിട്ട് എത്താണ്ടാകുമ്പോൾ നമ്മൾ കട്ടക്കലിപ്പിൽ വിളിച്ചിട്ട് പറയും ഇതുവരെ ഞങ്ങൾക്ക് പാക്കേജ് എത്തിയില്ല, ഇതുവരെ ഞങ്ങൾ പാക്കേജ് റിസീവ് ചെയ്തില്ല എന്നൊക്കെ പറയും. സാധാരണഗതിയിൽ ഇത് വളരെ കോമൺ ആയിട്ട് ഞാൻ കേട്ടിട്ടുള്ള ഒരു അറിവാണ്. ആളുകൾ പറയും വി ഡിഡ്ന്റ് റിസീവ് ദ പാക്കേജ് യെറ്റ്. ഓക്കെ, വി ഡിഡ്ന്റ് റിസീവ് ദ പാക്കേജ് യെറ്റ് എന്ന് പറയും. ഓക്കെ, ഞങ്ങൾക്ക് ഇതുവരെ പാക്കേജ് കിട്ടിയില്ല. പക്ഷെ ഇതൊരു തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. പറയേണ്ടത് ഇങ്ങനെയാണ്, വി ഹാവിൻറ്റ് റിസീവ്ഡ് ദ പാക്കേജ് യെറ്റ് എന്ന് വേണം പറയാനായിട്ട്. എങ്ങനെ? വി ഹാവിൻറ്റ് റിസീവ്ഡ് ദ പാക്കേജ് യെറ്റ് എന്ന് വേണം പറയാനായിട്ട്. അല്ലാതെ വി ഡിഡ്ന്റ് റിസീവ് ദ പാക്കേജ് യെറ്റ് എന്നല്ല പറയേണ്ടത്. പറയുക എങ്ങനെ പറയേണ്ടത്? വി ഹാവിൻറ്റ് റിസീവ്ഡ് ദ പാക്കേജ് യെറ്റ് എന്ന് വേണം പറയാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ തെറ്റായ സെൻറ്റൻസസും അതിൻ്റെ ശരിയായിട്ടുള്ള സെൻറ്റൻസസുമാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഇത് എഴുതിയെടുക്കണം. ഇത്തരം വീഡിയോസ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ അടുത്ത് നിന്ന് ഇംഗ്ലീഷ് പഠിക്കുന്ന ഒരാളും തെറ്റായിട്ട് സംസാരിക്കരുത് എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണ്. ഓൾറൈറ്റ്, അതും പറഞ്ഞാൽ ആദ്യമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ തെറ്റുകൾ വരുത്തും. ഞാൻ നിങ്ങളോട് മുൻ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, മണ്ടത്തരായാലും പൊട്ടത്തരായാലും വിളിച്ചു പറയാൻ ചങ്കുറ്റം കാണിക്കണം. പക്ഷെ അങ്ങനെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളവർ ഇത്തരം വീഡിയോസ് കണ്ട് അവർ വരുത്തുന്ന മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളൊക്കെ ഒന്ന് ചേഞ്ചസ് കൊണ്ടുവരാനും കൂടെ ശ്രമിക്കണം. ഓൾറൈറ്റ്, അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അതിനു മുമ്പ് ആസ് യൂഷ്വൽ പറയാറുള്ളത് പോലെ നിങ്ങൾക്കോ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനോ കൂട്ടുകാർക്കൊക്കെ ഇംഗ്ലീഷ് പഠിക്കാൻ അതിയായ ആഗ്രഹമുണ്ട്, പ്രാക്ടീസ് ചെയ്യാൻ ഒരാളെ ആവശ്യമുണ്ട് എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ധൈര്യമായിട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്യാം. നമ്മുടെ പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടെ നിങ്ങൾക്ക് നല്ല വെടിപ്പായിട്ട് ഇംഗ്ലീഷ് പഠിപ്പിച്ച് തരാം. ഓൾറൈറ്റ്, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ആഴ്ചയും കാണാം. അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ലിൻറ്റോ.